ഇതിനകത്താണ് മെയിൻ ആയിട്ട് ഇതിന്റെ പ്രത്യേകത. എത്ര ഇതിൽ നമുക്ക് പ്രസ് ചെയ്താണ്ട് മസാജ് ചെയ്ത് ആദ്യമായിട്ടാണ് ഞാൻ എന്റെ കാര്യം കൊണ്ട് പറഞ്ഞത് ഇത്രയും അടുത്തുനിന്ന് ഇവിടെ നിങ്ങൾ കാണുന്നില്ല അതാണ്ട് ഞാൻ പല്ല് കാണുന്നത് അതിന്റെ ഒരു എന്തോ ഒരു ക്യൂട്ടാണല്ലേ അണ്ണാ അതിന്റെ വായാണ് കേട്ടോ കാണുന്നത് എന്ത് രസാന്ന് അറിയങ്ങള് മേൽപ്പടിയൊക്കെ പോരും. അതൊന്നും പ്രശ്നമില്ല. നമ്മള് ഈ കീരി അഥവാ ഇനി പോയി കഴിഞ്ഞാലും ഈ പരിസരത്തുള്ളവരോടെയാണ് നമ്മൾ വരണത്. ഇത് പോയി കഴിഞ്ഞാണെങ്കിലും ഇങ്ങനെ കാണാമെങ്കിലും വണ്ടി കഴിച്ചിടാണ്ട കാട്ടൂല, മനസ്സിനെ ഉപദ്രവിക്കൂല. നല്ല കനം, തോലിന് ഭയങ്കര കനം. ഇങ്ങോട്ട് വാ കുട്ടാ പൊന്നുമോനെ. എന്തേ ഞാൻ ഇറക്കണാ, ഞാൻ പിടിക്കണാ കണ്ടങ്ങള്. അപ്പോൾ അമീനിക്കയോടും ഈ ഒരു കുടുംബത്തോടുമൊക്കെ വീട്ടിലെ അംഗത്തെ പോലെ ഈ കീരി കാണിക്കുന്ന സ്നേഹം ഒന്നും പറയാനില്ല കേട്ടോ. ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അത്ഭുതപ്പെടും. ഞാനടക്കം ഞെട്ടിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ശരിക്കും ഇത് കൗതുകത്തോടു കൂടി തന്നെ കണ്ടോളി. അത് മാത്രമല്ല കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കി, അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആകും. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്ക്. നമുക്ക് നേരെ അമീനിക്കൻ്റെ വിശേഷങ്ങളിലേക്ക് അങ്ങോട്ട് പോകാം, ഒപ്പം കീരിയുടെയും. അമീനിക്ക കുറച്ച് കാലങ്ങളായിട്ട് വീട്ടിൽ വളർത്തുന്ന ഒരു കീരിയാണ്. വളർത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഫ്രീഡം കൊടുത്തുകൊണ്ട് കിട്ടാം. കൂട്ടിലൊന്നും എത്ര ആയി നിങ്ങളെ വീട്ടിൽ വന്നിട്ട്? ഇതിപ്പോ ഒരു 1.5 കൊല്ലത്തിന് മേലെ. അതെ, 1.5 കൊല്ലമായിട്ട് നിങ്ങൾ ചെറിയ കുട്ടിയായപ്പോൾ ചെറിയ കുട്ടിയായപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് കണ്ടില്ല നിങ്ങള്. ഇതിപ്പോ വീട്ടില് പിന്നെ അങ്ങനെ ആരും ഉപദ്രവിക്കുന്നെങ്കിലും ഇതിനൊരു സംഭവം എന്തായാലും കീരിനെ കാണുമ്പോ നമ്മളൊക്കെ വേഗം കല്ലെടുത്ത് തരും. ഇപ്പൊ ഞാൻ ഇവിടുന്ന് വിട്ടുപോയി, അത് അവിടെ വരെ എന്റെ വൈത്തര പോരും, പിന്നെ അത് റിട്ടേൺ പോരും. ആ റിട്ടേൺ പോകുന്ന ടൈമിൽ നിങ്ങൾ അതിനെ കാണുന്ന വെച്ചാല് നിങ്ങൾ കീരിനെ കാണുമ്പോൾ സ്വാഭാവികം എന്താ, ഒന്നേ കീരി വണ്ടി കഴിച്ചോ, ഇനി നിങ്ങൾ കല്ലെടുത്ത് തരും. ഇത് ചിലപ്പോ ഈ മനസ്സിനോട് അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ കാലെടുത്ത് കൂടെ വരും, അപ്പൊ നിങ്ങൾ മണ്ടാൻ ശ്രമിക്കും. അപ്പൊ ഈ അറ്റാക്ക് വന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മണ്ടുമായിട്ട് അത് പ്രശ്നമാണ്. അപ്പൊ ഈ കീരി അഥവാ ഇനി ഇവിടെ പോയി കഴിഞ്ഞാലും ഈ പരിസരത്തുള്ളവരോടെയാണ് നമ്മൾ വരണത്. ഇത് പോയി കഴിഞ്ഞാണെങ്കിലും ഇങ്ങനെ കാണാമെങ്കിലും വണ്ടി കഴിച്ചിടാണ്ട, കാട്ടൂല, മനസ്സിനെ ഉപദ്രവിക്കൂല. അപ്പൊ ഇതിനെ കാണുമ്പോ മണ്ടാൻ നിൽക്കണ്ട, ഒന്നും കാട്ടൂല. ഞാനടക്കം പേടിയാ നിൽക്കും കണ്ടി ഞങ്ങള് എന്തോ ഒരു നല്ല കനം, തോലിന് ഭയങ്കര കനം. അതാണ് അങ്ങനെ പിടിച്ചു നോക്കിയാണ് അത്രയും കനാണ്. തൊലിക്കട്ടി കൂടുതലാ, ഭയങ്കര തൊലിക്കട്ടിയാ. അതിൽ വാല് അതുപോലെ തന്നെ ഇതിൽ കണ്ടില്ല ഈ തൊപ്പൊക്കെ തൊടാൻ എന്ത് സ്മൂത്താ അറിയ, ഭയങ്കര രസം. കടിയൊന്നും കൊള്ളൂല അല്ലേ? ഇതിനെന്താ തിന്നാനൊക്കെ കൊടുക്കലെന്താ? തിന്നാൻ ഭാര്യ ചോറില്ലാത്തെല്ലാം കൊടുക്കും അല്ലേ? എല്ലാ സാധനം. മെയിൻ ആയിട്ട് എന്താ പറയുക, നമ്മൾ വരുന്ന ടൈമിൽ നമ്മൾ കഴിക്കൽ കോയിന്റെ കഷ്ണമാണ്. നമ്മൾ പോയി അങ്ങാടി വരില്ലേ, അതാണ് കോയിന്റെ കഷ്ണമാണ്. അപ്പോൾ ചേച്ചിട്ട് നാട്ടിൽ പോയിക്കൊള്ളൊന്നുമില്ല കേട്ടോ, കാരണം അതിന് പ്രാക്ടീസ് കൊടുത്താൽ നമ്മളല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആള് നല്ല ഉഷാറാട്ടോ. കണ്ടില്ല ഞങ്ങള് സാധാരണ ഉള്ള കുറച്ച് തടിയൊക്കെ വെച്ചൊന്ന് ഉഷാറായിട്ടുണ്ട്. ഫുഡൊക്കെ നന്നായിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ്. പോണ ടൈമിൽ നമ്മൾ കുടിക്കാൻ ഇങ്ങനെയൊക്കെ ഉള്ളു. റണ്ണിങ്ങിൽ ഈ സാധനമൊക്കെ അങ്ങോട്ട് ഉടർത്തി വെക്കും. വലിയ കിരാമതിയൊക്കെ താത്തി എടുക്കൂല, ഒക്കെ തൊപ്പൊക്കെ വന്നു. അത്രയ്ക്കും ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരന്. നല്ല രീതിയിൽ പുള്ളിക്കാരൻ കണ്ടില്ല ഇതുപോലെ താലോചിക്കുകയാണ്. എന്തൊക്കെയാണ് നിങ്ങൾ അല്ലേ ഇത് വരുന്ന ടൈം ഇതാണ്, ഇതാണ് കാര്യമായിട്ടതാ ഇങ്ങനെ ഒന്ന് വരും. അത് കാരണം ആൾക്കാരെ പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുക എന്നല്ല അപ്പുറം എനിക്കൊരു ആഗ്രഹം. ഞാനൊക്കെ കുട്ടിക്കാലം തൊട്ട് തന്നെ ഈ കീരികൾ അങ്ങനെ പറമ്പിലൂടെ അങ്ങനെ അങ്ങോട്ടും പായുമ്പോൾ ചിലപ്പോൾ നമ്മളെന്തെങ്കിലും കാട്ടാൻ വരുമെന്ന് വിചാരിച്ച് നമ്മളും ഓടലുണ്ട് അല്ലേ. പക്ഷെ ആദ്യമായിട്ട് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു കീരിനെ തൊടുക എന്നുള്ളത്. ആ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതിനെ ശരിക്ക് സ്വന്തം മക്കളെ പോലെ തന്നെ അല്ലേ പലരും വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ കീരി ഇണങ്ങി എന്നുള്ളത്. അതൊന്ന് പറഞ്ഞു കൊടുത്താണ് എന്തുകൊണ്ടായിരിക്കും അത് സംഭവം. ചെറിയ മക്കളാകുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നത് അതിങ്ങനെ കൊടുത്ത് അതിനെപ്പറ്റി നമ്മളിങ്ങനെ എത്രത്തോളം നമ്മൾ കെയർ ചെയ്യണോ അത്രത്തോളം നമ്മളിതിനൊക്കെ കാട്ടാൻ വെച്ചിട്ടില്ല. പിന്നെ ആദ്യമേ ഇതിനുള്ള ശീലതാണ്. ഇത് ഇങ്ങനെ നമ്മളെ പിന്നെ നമ്മളെ സ്മെല്ലാണ് കാര്യമായിട്ട്. നമ്മള് ആ സ്മെല്ലാണ് അത്. ആ സ്മെല്ല് ഫോളോ ചെയ്യുന്നതാണ്. ആദ്യം നമ്മള് പോയി കണ്ട് ഓടോടി ഒളിച്ചെന്നൊക്കെ ആണെങ്കിൽ ആള് ഒന്ന് കൊണ്ടുവിട്ടു. അതാണ് അത് പ്രത്യേകിച്ച് പള്ളയെ പോയി ടൈമിൽ കേട്ടോ. പള്ള അറിഞ്ഞേക്കാണെങ്കിൽ പിന്നെ ആരെ കിട്ടിയിട്ടും കാര്യമില്ല. ഇന്നിപ്പോ എന്താ ഫുഡ് കൊടുത്ത്? ഇന്നിപ്പോ രാവിലെ പാൽപ്പൊടി കൊടുത്തിന്, കോഴിന്റെ കഷ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലാണ് പോയിട്ട് എന്തൊക്കെ ഡ്രസ്സൊക്കെ തിന്ന് ഒന്നുണ്ടാവും. ഇതിപ്പോ വന്നതാണ് കൂട്ടാ അതേമാതിരി വണ്ടി പോകും. ഇവന് പേരിട്ടിട്ടില്ലെങ്കിലും അല്ലേ, പേരിട്ടിട്ടില്ല. അതാണ് മെയിൻ ആയിട്ട് എന്റെ വിളി. അങ്ങനെ ഒരു ഒച്ച ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഒച്ച ഉണ്ടാക്കിയാൽ ഈ വാത്തിനോടിയിലൊക്കെ ഉണ്ടെങ്കിൽ ആള് വണ്ടി എത്തിട്ടോ. ഈ ഒരു പരിസരത ഇതൊക്കെ കണ്ടില്ലേ, ഈ ഒരു പരിസരത്ത് ഫുള്ള് ഇവന് എല്ലാ മുക്കും മൂലയും ഈ ഒരു നാടിൻ്റെത് അറിയാന്നുള്ളതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ കാളൂട്ടുകാണ്ടൊക്കെ അടിപൊളി ഒരു വൈബും കൂടിയാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ
ഈ ഒരു പരിസരത്താണ് ഇപ്പം ഇവൻ്റെ ഒരു എന്താ പറയുക കേന്ദ്രം അല്ലേ. വേറൊരു സുഹൃത്തിനെ കൂടി കിട്ടിയിട്ടുണ്ട് ഇവിടെ. അതാണ് ഇപ്പൊ നമുക്ക് കാര്യമായിട്ട് എടുത്ത് പറയാം. അതുകൊണ്ട് ഇനിയിപ്പോ പോവും. കുറെ ആൾക്കാർ ഇതിനെ എടുക്കാൻ വേണ്ടിട്ട് കാണാൻ വേണ്ടി വരാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. കുറെ ആൾക്കാർ കാണണം അറിയാം. അപ്പൊ എനിക്ക് ഇപ്പൊ അങ്ങാടി കണ്ട് ഇറങ്ങിയപ്പോൾ ഗിരിയോടെ ഇതിന്റെ വിശേഷം വെച്ചാ അപ്പൊ ഇത് എപ്പോഴും പോവും, ഏത് നിമിഷവും പോവും, നമ്മൾ കൈവിട്ട് പോവും. അപ്പോൾ ഇതാ ആശാൻ അവിടെ നല്ല കളിയിലാണ് കണ്ടോ. ഇത് ഇവന് കയറി നടക്കാൻ വേണ്ടിയിട്ട് കണ്ടോ പ്രത്യേകം സെറ്റാക്കിയ പോലെയാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ. കണ്ടില്ല നിങ്ങൾ, ഇവന് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതുണ്ടോ കളിക്കുക. ഇല്ലല്ലേ ശരി. ഇതൊക്കെ നിമ്മൂടെ കയറി എടുക്കും, നിമ്മൂടൊക്കെ കയറി കണ്ട് ഇതൊക്കെ ക്ലീൻ ആയി കാണാം. ക്ലീൻ ആവൂലേ? അത് ഓടി എടുക്കുമ്പോ തന്നെ വളർത്തുമ്പോഴൊക്കെ ഇങ്ങോട്ട് വാ കുട്ടാ പൊന്നുമോനെ. എന്തേ ഞാൻ ഇറക്കണാ, ഞാൻ പിടിക്കണാ? കണ്ടങ്ങള് വാ. മറ്റേ നടത്താൻ നോക്കിയാ നിങ്ങള് കണ്ടാ എന്ത് രസാണ് പോണൊക്കെയാ നിങ്ങള്. ഹാപ്പി ആയിട്ടോ ആള് മാക്സിമം എന്താ പറയാ ഹാപ്പി ആയിട്ട് കളിയിലാണല്ലേ. ഈ ഏരിയയിലാണ് പുള്ളിക്കാരൻ കളിക്കല്. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടല്ലേ. അങ്ങനെ മറ്റേ ഗിരിനെ കണ്ടല്ലേ, മറ്റേ ഗിരിനെ അവിടെ നിന്ന് കണ്ടു. അതെങ്ങനെ ഒടിക്കണ്ട് ആ പുല്ലിക്കണ്ട് പോയി. പിന്നെ അതിലങ്ങോട്ട് കാണില്ല. ഞാൻ വിചാരിച്ചു പോയി വെക്കുന്നു. പോവാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ, ഭയങ്കര. പക്ഷെ മനസ്സിക്കൊരു സങ്കടം ഉണ്ടാവും. കാരണം പ്രത്യേകിച്ച് ഇത്രയും കാലം നമ്മൾ നോക്കിയല്ലേ, പെട്ടെന്ന് പോകുമ്പോൾ നമുക്കൊരു മനസ്സിക്കൊരു അടങ്ങാറുണ്ടാവില്ലേ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പോകണം. പക്ഷെ നിങ്ങളെ വിട്ട് പോണില്ല, അത് പോണില്ല. പക്ഷെ ഇതിനെ മെയിൻ ആയിട്ട് എന്താ പറയുക, ഇതിനെ ഒരാഴ്ചക്ക് എന്റെ അഭിപ്രായത്തിൽ ഒരു 230 രൂപ പാൽപ്പൊടി ഇങ്ങനെ ഒരാഴ്ചക്ക് വേണം. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ വരുമ്പോ ടൈമില് കോഴിപ്പിടിയിൽ നമ്മൾ നീറാട് കോഴിപ്പിടിയുള്ള കോലിക്കൊക്കെ അറിയാം സാധനം ഉള്ളത്. അതുപോലെ പോരുമ്പോ ഒരു കഷ്ണം തരും, ഞാനത് പോരുമ്പോ കൊണ്ടുവരും. കുറഞ്ഞാൽ അതിനെ പൊന്തിച്ചു കൊടുത്താൽ മതി. അതിനെ സ്മെല്ലടിച്ചേക്കാണെങ്കിൽ തന്നെ അതിന് മനസ്സിലാവും നമ്മുടെ ഉണ്ട് എന്നല്ലേ. പിന്നെ അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിനെ ചുറ്റിപ്പറ്റി അങ്ങനെ നടക്കും. അതിന് പിന്നെ നമ്മൾ സൗണ്ട് ആയിട്ട് തന്നെ അറിയാം, സൗണ്ട് ആയിട്ട് തന്നെ ആളവിടെ എത്തും. പക്ഷെ അതിന് മെയിൻ ആയിട്ട് എന്താ പറയുക, കെട്ടിയിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം. കാരണം കെട്ടിയിട്ടൊക്കെയാണെങ്കിൽ ഭയങ്കര നുള്ളി വെച്ചു അങ്ങനെ കാത്ത നോച്ചുകൊണ്ട് വെക്കും. കാരണം ഇവിടെ നിന്ന് കൂട്ടിയിടാൻ പറ്റൂല. നമ്മൾ ഒരിക്കൽ ബേജാറായിട്ട് നമ്മൾ എന്താ ഇവിടുന്ന് പോയപ്പോൾ നമ്മളെ കാട്ടുമെന്ന് ഉപദ്രവിച്ച് നമ്മൾ എന്ത് ചെയ്ത് അടുക്കളുടെ ഭാഗത്ത് നമ്മളെ ലോക്കാക്കിയിട്ട് ആ ലോക്ക് അന്ന് പേരുന്നുള്ളൂ. പിന്നെ നമ്മൾ ആ പരിപാടിക്ക് നിന്നില്ല. കാരണം പോകുമ്പോൾ പോയിക്കോട്ടെ. കാരണം അതിനകത്ത് പുറത്ത് ഇവിടെ പൂച്ചാള നല്ലോണ്ട് സാധനം. ചെറിയ കുട്ടിയല്ലേ, കടിച്ചു എന്നുള്ള ബേജാറ് നമുക്കുണ്ട്. പക്ഷെ പിന്നെ നമുക്കത് ഇടങ്ങാറ് പോയി. കാരണം അത് കൂട്ടിയിടാൻ പാടില്ല. കൂട്ടിയിട്ടൊക്കെയാണെങ്കിൽ ഞാൻ ഡോക്ടറോട് ചോദിക്കുക, അതിന് വാക്സിൻ ഇല്ലാത്തതുകൊണ്ട് കടിച്ചാൽ പ്രശ്നമാണ്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇതിന് അങ്ങനെ ഒരു വാക്സിനും കാര്യങ്ങളും ഇല്ല, അതുകൊണ്ട് കടിക്കാതെ നോക്കണം. പിന്നെ നമ്മൾ കെട്ടിയിടാനും പാടില്ല, പിടിച്ചൊന്നും പാടില്ല. അത് പോകുമ്പോൾ പോയിക്കോട്ടെ. പക്ഷെ പോവാന്ന് പറയുമ്പോൾ ഒരു ബേജാറാണ്. കാരണം പണിക്ക് വരുമ്പോൾ അങ്ങനെ പോരും. അപ്പൊ ഞാൻ ചെയ്യാറിയോ അങ്ങനെ പിടിച്ചാണ്ട് ചിലപ്പോൾ അവിടെ വാർപ്പിന്റെ മുകളിൽ അവിടെ കൊണ്ടുപോയിട്ട് പോകും. പിന്നെ പോകും. പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ അതേമാതിരി വണ്ടി വരും. കാരണം നമ്മളെ സ്മെല്ലടിച്ച് തന്നെ സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ പോയ സ്മെല്ല് എടുക്കണം. അങ്ങനെ പോയി എന്നിട്ട് അവിടെ പോയി കണ്ട് നോക്കും. അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ആൾ ഇവിടെ കഴിച്ചാണ്ട് അതേമാതിരി പോകും. കുഴങ്ങുമ്പോൾ അവിടെ പാൽപ്പൊടി കഴിക്കാണ്ട് അവിടെ മുറ്റത്ത് വെച്ചിട്ടുണ്ടാവും. അയാൾ അത് പോയിക്കാണ്ട് കുടിച്ചാണ്ട് അയാൾ പിന്നെയും പൊയ്ക്കോളും. അയാൾ ഇന്നേ വരെ ചിലപ്പോൾ എനിക്ക് പറഞ്ഞില്ല വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല, പച്ചവെള്ളം അയാൾ ഇതുവരെ കുടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് വരുന്നത്. അപ്പൊ കുഴപ്പമില്ലാതെ നല്ലൊരു ചെലവ് കൂടി ഇതിന് ഉണ്ട്, അതിനെ തീറ്റി പോറ്റാൻ വേണ്ടിട്ടല്ലേ. അതുണ്ട്. അതൊക്കെ നിങ്ങളോട് ഒരു സ്നേഹമാണ് അതിനോടുള്ള. അങ്ങനെ പോവാന്ന് പറയുമ്പോ നമുക്കൊരു ബേജാറും ഇതൊക്കെ ഉണ്ട്. അമീർ എങ്ങനെ പോയി, എങ്ങോട്ട് പോയി? അതിലേക്ക് ഇറങ്ങിയില്ലേ? മറ്റേ വന്നിട്ടാണെങ്കിലേ ഓ അങ്ങോട്ട് പോയി. ഈ സ്പോട്ട് കറക്റ്റ് അറിയാല്ലേ പുള്ളിക്കാരനെ? ഇവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് പോയി ചോദിച്ചു. ചിലപ്പോ രാത്രി ടൈമില് അത് അവിടെ തന്നെ ഉണ്ടാവും. ചിലപ്പോ പണി കഴിഞ്ഞാൽ 8-8:30 മണിയായി വരുമ്പോ ഉണ്ടാവും. എന്റെ കാലിന്റെ അടുത്ത് വെക്കുമ്പോഴേക്കാർ ആളെ കാണണ്ടേ. അവിടെ സെറ്റാണെന്ന് പുള്ളിക്കാരനെ അറിയാം. അതുകൊണ്ട് ഇപ്പൊ ആശാൻ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും, വേറെ ഒന്ന് വിശക്കുമ്പോ എന്നുള്ളതാണ്. ഏതായാലും ഒരു നല്ല ഇണക്കുള്ള ഒരു കീരിന്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. കീരിയെ ഇണങ്ങൂല എന്നൊക്കെ പറയുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ കീരിയെ ഇണക്കാൻ ഇദ്ദേഹത്തെ പോലുള്ള നല്ലൊരു മനുഷ്യസ്നേഹി ആയിട്ടുള്ള ആളുകൾക്ക് സാധിക്കുള്ളൂ. നമുക്ക് ചിലപ്പോൾ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. മനുഷ്യസ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല, അതിനെ ഇണക്കാനും വേണം ഒരു കഴിവ്. അപ്പോൾ എന്തായാലും കീരിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. കൗതുകമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്താൽ, പിന്നെ പ്രത്യേകം ഇക്കാക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ.
ഈ ഒരു നല്ല മനസ്സിന് വേണ്ടിയിട്ട് ഇനി നിൽക്കാം. നിങ്ങൾക്ക് ഇതുപോലെ വല്ല ജന്തുക്കളൊക്കെ കിട്ടട്ടെ. ഏത് ജന്തുക്കളെ കിട്ടിയാലും നിങ്ങൾ കാരണം എന്തായാലും ചെറുപ്പത്ത് കിട്ടി കഴിഞ്ഞാൽ ആ സാധനം നമ്മൾ എത്രത്തോളം നിൽക്കണം അത്രത്തോളം നിൽക്കട്ടെ എന്നുള്ളത്. നമ്മൾ അതിനെ ഉപദ്രവിക്കുമ്പോൾ അത് തിരിച്ചു പോയിട്ടുള്ളൂ. അതങ്ങനെ പോവും. അത് ആ പമ്പൂസിന്റെ ചുറ്റുപാടം കിണറുണ്ട്, ആ ചുറ്റുപാട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആട് വരും.